ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യം മുഴുവനും പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് വഖഫ് ബോർഡ് വളർന്നു കഴിഞ്ഞു. ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതി ചെയ്ത നിയമങ്ങൾ എന്തായിരുന്നാലും ശീതകാല സമ്മേളനത്തിൽ, അതായത് ഈ മാസം 22-നാണെന്ന് തോന്നുന്നു, അടുത്ത മാസം 15 വരെ തുടങ്ങുന്ന ശീതകാല സമ്മേളനത്തിൽ ഏതാണ്ട് 15ഓളം ബില്ലുകൾ പാസ്സാക്കിയെടുക്കും. അതിലൊന്ന് വഖഫിന്റെ ഭേദഗതി ബില്ലാണ്. ഇത് പറഞ്ഞത് അമിത്ഷാ തന്നെയാണ്. കാരണം ഈ രാജ്യത്തിന്റെ ബഹിസ്വരതയെ തകർക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾക്ക് പൗരബോധം നഷ്ടപ്പെടുകയും അതിനപ്പുറം ഒരു മത നിയമമാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് എന്ന ഒരു ധ്വനി പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുന്നു. ജനാധിപത്യ ഭരണഘടനയനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കേണ്ടുന്ന രാജ്യം അത് സാധിക്കാതെ പോകുന്നത് കൊണ്ട് ഒരു മതത്തിൻ്റെ മുന്നിൽ, മതത്തിൻ്റെ കാൽ കീഴിൽ ഒരു വിശ്വാസിയുടെ, ഒരു ജനാധിപത്യ പൗരന്റെ പൗരത്വം കൊണ്ടുവന്ന് അടിയറവ് വയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ വഖഫ് വിഷയം കാരണം നമുക്കുണ്ടായിരിക്കുന്നത്. ഈ വഖഫിന് നൽകുന്ന അധികാരങ്ങൾ ഏതെങ്കിലും ഒരു സഭാ ബോർഡ്, ഒരു ക്രിസ്ത്യൻ ബോർഡ് നൽകുമോ? ദേവസ്വം ബോർഡിന് ഇവർ നൽകാൻ തയ്യാറാകുമോ? ഏത് ഭൂമിയും പിടിച്ചെടുക്കാം. ആരും ഒന്നും പറയാൻ പാടില്ല. ഇവരിനി ആരൊക്കെ തന്നെ എതിർത്താലും ശരി, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാക്കും. ഇവിടെയുള്ള ഓരോ പൗരന്റെയും അഭിമാനവും സമ്പത്തും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നരേന്ദ്രമോദിക്കുണ്ട്. അത് നരേന്ദ്രമോദി പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഞാൻ ഈ പ്രദേശവാസി തന്നെയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ വഖഫ് എന്നത് ഒരു പാവനമായ നിയമമാണെന്ന്. പക്ഷെ ഇപ്പൊ മുൻപത്തുകാരായി ഞങ്ങൾ അതിനെ കിരാത നിയമമായിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. താങ്കൾ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി പല സംഘടനകളും അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഒരു വർഗീയതയുടെ പ്രശ്നമില്ല. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമല്ല ഇത്. ഇവിടെ 610 കുടുംബങ്ങളുള്ളതിൽ 400 ചിലാനേ ക്രിസ്ത്യൻ കുടുംബങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഹിന്ദു കുടുംബങ്ങൾ തന്നെയാണ്. പള്ളിമുറ്റത്ത് നടക്കുന്നത് കൊണ്ട് ഇതൊരു വർഗീയതയുടെ ഒരു സമരമല്ല. ഞങ്ങളുടെ ഒന്നടങ്കമുള്ള ശബ്ദമാണ് മുനമ്പത്തിന്റെ. സംസാരിച്ച നമ്മുടെ ബിജെപിയുടെ പ്രതിനിധിയോടും ജനം ചാനലിന്റെ റിപ്പോർട്ട് നമ്മുടെ ആങ്കറോട് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഒരു 300 ഏക്കർ ഭൂമി, താങ്കൾ മാധ്യമപ്രവർത്തകനാണല്ലോ, കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ്. ദേവസ്വം ബോർഡിന്റെ 300 ഏക്കർ ഭൂമി, അത് കോട്ടയം ജില്ലയിലെ പൂവണി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഇതേ രീതിയിൽ ഒരുപാട് ആളുകൾ കയ്യേറുകയോ താമസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടുകൊണ്ട് ആ ഭൂമിയിൽ ദേവസ്വം ബോർഡിനും ആ ക്ഷേത്രത്തിനും, പൂവണി ക്ഷേത്രത്തിനും അതിന്റെ ആ അവകാശം തിരിച്ചു കൊടുക്കുകയും അവരുടെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ വിഷയത്തിലുള്ള ഈ നിലപാട് തന്നെയാണോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനചാനലിനും ബിജെപിക്കും ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം എന്താ അറിയോ, ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് സ്വയം തീരുമാനിക്കാനും അങ്ങനെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും സ്വന്തം നിലയിൽ തന്നെ അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള അധികാരമില്ല. ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഭൂമി ദേവസ്വം ഭൂമി അതൊരു വാദം ഉണ്ടെങ്കിൽ അവർ ഏത് സ്വകാര്യ വ്യക്തിയും ചെയ്യുന്നത് പോലെ സിവിൽ കോടതികളെ സമീപിച്ച് സൂട്ട് നടത്തി കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കണം. അതിന് സമാനമായിട്ടുള്ള അധികാരമല്ല വഖഫ് ബോർഡിനുള്ളത്. വഖഫ് ബോർഡിന് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കോടതിയെ സമീപിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യം, വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ? വഖഫ് ബോർഡിന്റെ അധികാരം ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടുത്തെ വിശ്വാസികളുടേതായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഭൂമിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമ്പലങ്ങളാണെങ്കിലും ഈ വഖഫ് ബോർഡ് എന്ന സംവിധാനവും ഈ പറയപ്പെടുന്ന പള്ളിയും മദ്രസയും മുസ്ലിങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞ സിദ്ദിഖേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 300 ഏക്കറിന്റെ വിഷയത്തിൽ അവിടെ ഒരു തീരുമാനം എടുത്തു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പല ആളുകളും പറഞ്ഞിട്ടുള്ള, നേരത്തെ സഹോദരി പറഞ്ഞു, ഇവിടെ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സമരത്തിന് ഇവിടുത്തെ പാവപ്പെട്ട സമൂഹത്തിനെതിരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അവർ പറഞ്ഞതിനും നേരത്തെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുവിലോ വന്ന ഒരു വാർത്ത എടുത്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ഇതാണ് നടത്തിയ പത്ര പ്രസ്താവന, അന്നത്തെ പ്രസ് റിലീസാണ്. അതിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യങ്ങൾ നടത്തിയ
കേരള മഹല്ല് കോൺഫറൻസിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മഹല്ല് അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ സമിതിയുടെ കൺവീനർ എന്നുള്ള രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ മൊത്തത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തിനെതിരെയും മുസ്ലിം സംഘടനകൾക്കെതിരെ ഉണ്ടല്ലോ. അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം, വഖഫ് ഭൂമി വിൽപ്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുക. മാനേജ്മെന്റ് ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനമല്ല, ഹിന്ദു സ്ഥാപനമല്ല, മുസ്ലിം സ്ഥാപനമാണ്. ആ മുസ്ലിം സ്ഥാപനമായ ഫാറൂഖ് കോളേജ് ഈ പാവപ്പെട്ടവർക്ക് വിൽക്കാൻ കഴിയാത്ത ഭൂമി വിറ്റവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാറൂഖ് കോളേജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 2, നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കണം. കാരണം പറ്റിച്ച ആളുകൾ അവരാണ്. ഈ ഫാറൂഖ് കോളേജ് അധികൃതരാണ് ഇവരെ വിൽക്കാൻ പാടില്ലാത്ത, നിയമപരമായി വഖഫിന്റെ ഭൂമി വിൽക്കാൻ പാടില്ല എന്ന് അറിയാതെ വിട്ടവരല്ല, കൃത്യമായി അവർക്ക് നിയമം അറിയാം. ആ നിയമം അറിഞ്ഞിരുന്നിട്ടും ഈ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുസ്ലിം പ്രതിനിധികളാണ് മുസ്ലിം സ്ഥാപനത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്. അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ നീതി നടപ്പാക്കാം. രണ്ടാമത്തെ കാര്യം അതല്ലല്ലോ, വഹാബികളാവട്ടെ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഫാറൂഖ് കോളേജാണ് ഉത്തരവാദിത്വം പറഞ്ഞോ? ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു വഹാബികളാണെന്നുള്ള പ്രയോഗം മാത്രം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാനും പറഞ്ഞത് കുറ്റവാളി, ഈ പറയുന്ന മുക്കം ഫൈസി ഉസ്താദ് പറഞ്ഞതും വിനീതനായ ഞാനും പറഞ്ഞത് കുറ്റവാളികൾ ഫാറൂഖ് കോളേജ് തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. രണ്ടാമത്തെ കാര്യം, ചെറായി മുനമ്പത്തെ വഖഫ് ഭൂമിയിലെ വൻകിട റിസോർട്ട് ഒരു സംഘടനക്കാർ മറ്റൊരു സംഘടനയെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മനസ്സിലായോ? മാഫിയകളെ സർക്കാർ ഉടൻ തന്നെ കുടിയിറക്കി വഖഫ് ഭൂമി സംരക്ഷിക്കുന്നു. ഇവിടുത്തെ പാവപ്പെട്ടവരെ കുടിയിറക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിന് നേരത്തെ സഹോദരൻ പറഞ്ഞു ഇവിടെ റിസോർട്ടുകൾ ഇടപെട്ടാൽ എനിക്കത് പറയാൻ കഴിയില്ല. ഇവിടെ റിസോർട്ടുകളില്ല, ഇവിടെ 610 കുടുംബങ്ങളെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം. മാഫിയ അല്ലെങ്കിലും ഇവിടെ ഇദ്ദേഹം വടക്കൻ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. എന്റെ വീട് ഇവിടെ ആലുവായിൽ 33 ഞാനിപ്പോ താമസിക്കുന്നത് വെണ്ണലയാണ്. അപ്പൊ എന്നോട് ഇവിടെ റിസോർട്ടില്ല, ഇവിടെ ഈ പറയുന്ന മഹീന്ദ്ര ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറയാൻ വരുന്ന പോയിന്റ് തടസ്സപ്പെടുത്തല്ലേ. ജഗന്നിയന്തമായ നാടിനെ മുൻനിർത്തി ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന 404 ഏക്കർ അദ്ദേഹം ഈ പറയപ്പെടുന്ന ഈ കള്ളന്മാർക്ക്, ഈ ഫാറൂഖ് കോളേജിനല്ല അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ മക്കൾക്ക് എത്രയോ വലിയ ഒരു സമ്പത്ത് ഉണ്ടാകും. പക്ഷേ അദ്ദേഹം നാഥനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ശ്രദ്ധപ്പെടുത്തരുത്. സംശയം അങ്ങനെയല്ല സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്റെ സംസാരം ഞാൻ സംസാരം നിർത്തേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ തിന്നേണ്ട കാശ, അദ്ദേഹത്തിന്റെ മക്കൾ അനുഭവിക്കേണ്ട, അദ്ദേഹത്തിന്റെ തലമുറ അനുഭവിക്കേണ്ട ആ സമ്പത്ത് അദ്ദേഹം ഈ ഫാറൂഖ് കോളേജിൽ അദ്ദേഹത്തിന് അധികാരം ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ അങ്ങോട്ട് ചെന്നാൽ അവിടെ ഓടിക്കൂടില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അവകാശം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന രജിസ്റ്റർ ഓഫീസിലാണ് വിളിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വഖഫ് ബോർഡിന് നൽകിയ അതേ അധികാരം ദേവസ്വം ബോർഡിന് നൽകാൻ തയ്യാറാകുമോ എന്നതായിരുന്നു ചോദ്യം. ഇവരെ എന്തൊക്കെയോ പറഞ്ഞ ചോദ്യത്തിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വഹാബികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ, ഇവർ പറയുന്ന പേരാണ് വഹാബികൾ. അവരുടെ തലയിൽ കൊണ്ടിട്ടിട്ട് തൽക്കാലം ഇവർക്ക് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഇവരങ്ങനെ മുമ്പ് നിർമ്മല കോളേജിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് അവകാശവാദവുമായി വന്ന സമയത്ത് ആ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാരണം എന്താ, അടുത്തുള്ള 2 പള്ളികളുണ്ട്. പള്ളികൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ആരാധനാലയമാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകും. അത് ചർച്ചയാകാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ വന്നിട്ട് നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചത് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചതുപോലെ ഇവിടെ ഫറൂഖ് കോളേജിൻ്റെ അധികാരികളെ തെറ്റുപറഞ്ഞ് ഇവർ തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ദേവസ്വം ബോർഡിന് ഈ അധികാരം നൽകിയാൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ കണ്ണിൽ കാണുന്ന എല്ലാ കരളായ ഭൂമിയും സ്ഥാപനങ്ങളും മറ്റുള്ളവരുടെ സമ്പത്തും കൈക്കലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളതിനെ എങ്ങനെ എതിർക്കും എന്നതാണ് ചോദ്യം. നന്ദി.